നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? നേരെ എത്ര ഇന്ന വിചാരം? സ്കൂളിൽ പോണ്ടേ? എണീക്ക് എണീക്കടാ, ഒന്ന് വേഗാവട്ടെ. നീ പോയി വേഗം കുളിച്ചിട്ട് വാ. കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ എന്റെ കയ്യിൽ വലിയൊരു ഫിഗ് കേക്ക് ഉണ്ടായിരുന്നു. കേക്കോ? ആ, എന്ത് മധുരമാണെന്ന് അറിയാമോ ആ കേക്കിന്? നല്ല ഭംഗിയായിരുന്നു അമ്മേ അത് കാണാൻ. ഞാൻ ഒറ്റയ്ക്ക് ഫിഗ് കേക്കുമായി നടക്കായിരുന്നു. അപ്പോൾ സ്കൂളിൽ വേറെ ആരും ഇല്ലായിരുന്നു. ആ ജോസിന്റെ പുറകെ വന്നു കേക്ക് തിന്നാൻ. എന്നിട്ട് ജോസ് എന്റെ തോളത്ത് 2 കൈ കൊണ്ടും പിടിച്ചു. എന്നിട്ട് എന്നെ മുമ്പിലോട്ട് കൊണ്ടുപോയി. അതെന്തിനാ? അതിരിക്കട്ടെ, നീ ജോസിന് കേക്ക് കൊടുത്തോ? ഞാൻ പറയുന്ന കേക്കമ്മേ. ഞാൻ നടന്നു വന്നപ്പോൾ എന്റെ സ്കൂളിലെ കുട്ടികളെല്ലാവരും കേക്ക് തിന്നാനായി ചുറ്റും കൂടി. എന്നിട്ടെന്താ, എന്റെ കയ്യിലിരുന്ന കേക്ക് ആകാശത്ത് അങ്ങ് പറന്നങ്ങ് പോയി. എന്നിട്ട് ഞാൻ കേക്കിനെ താഴോട്ട് വിളിച്ചു ഒരുപാട് തവണ. പക്ഷെ കേക്ക് വന്നില്ല, ആകാശത്ത് തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആ കേക്ക് താഴോട്ട് വന്നു. എന്നിട്ട് കേക്ക് ഇവിടെ അമ്മയ്ക്ക് തന്നില്ല? ഇത് പുതിയ ഷൂ ആണോ? ഇതെന്റെ അച്ഛൻ എനിക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇനി എനിക്ക് എല്ലാ ദിവസവും പുതിയ ഷൂ ഇടാൻ പറ്റും. ആ കേക്ക് എവിടെ നിന്നാ കിട്ടിയത്? അതെന്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അതെന്റെ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. ആ കേക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനാ. ഇല്ല, ഒരിക്കലും പറഞ്ഞു തരില്ല. എന്റെ അമ്മ മാത്രം ഉണ്ടാക്കിയാൽ മതി ആ കേക്ക്. അനന്തു, അനന്തു, അവൻ നിന്നെ ചീത്ത പറഞ്ഞോ? സാരമില്ല, ഞാൻ നിനക്ക് 4 ഗോൾഡ് ഫിഷിനെ തരാം. വേണ്ട, എനിക്ക് ഫിഗ് കേക്ക് മതി. എടാ അനന്തു, എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ. സ്കൂള് നേരത്തെ വിട്ടു. വാ ചോദിക്കട്ടെ, മോനിപ്പോ ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ 3-ാം ക്ലാസ്സിലാ. ആ, വെരി ഗുഡ്. ഞാൻ പോണു. മോൻ പോണ വഴിക്ക് തന്നെ ഞാനും. പിന്നെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ എല്ലാ സബ്ജക്റ്റും നന്നായി പഠിക്കുന്നുണ്ട് മാമ. നന്നായിട്ട് പഠിക്കണം. വലുതാകുമ്പോൾ നമുക്ക് പട്ടാളത്തിൽ ചേരണ്ടേ? വാ പറയട്ടെ, അങ്ങനെ മോൻ മാമനെ പോലെ മിടുക്കനാവണം. ഈ പട്ടാളം എന്ന് വെച്ചാൽ എന്താ കരുതിയിരിക്കുന്നത്? എന്തോണം അതിൻ്റെ ഒരു ശക്തി എന്നറിയോ? അതിവിടെ ആർക്കും അറിയില്ല. അതിൽ ചേർന്നാലേ അറിയൂ മോനെ. ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഒരു ഗ്രാമം ഒറ്റയ്ക്ക് പിടിച്ചവനാ ഈ അങ്കിള്. എനിക്ക് പോണം. പറയട്ടെ, നിക്ക് മോനെ, നിക്ക്. എനിക്ക് ഹോംവർക്ക് ചെയ്യണം. നിക്ക്, സ്കൂളൊക്കെ കഴിഞ്ഞില്ലേ മോനെ? കുറച്ചേരം ഇവിടെ ഇരിക്കാം. പട്ടാളത്തിൽ എന്തെല്ലാം കഥകളുണ്ടെന്നറിയോ? വീട്ട് നിക്ക് മോനെ. എന്റെ അമ്മ വഴക്ക് പറയും. ഞാൻ പോണു. വല്ല പാമ്പോ മറ്റോ ഉണ്ടാവില്ലേ അവിടെ? ഈ സമയത്ത് പറമ്പിലൊന്നും ചുറ്റിത്തിരിയാൻ പാടില്ല. നല്ല കുട്ടിയായിട്ട് കുളിച്ചിട്ട് വാ, അമ്മ കാപ്പി എടുത്ത് വെക്കാം. വാ.
നമ്മുടെ പറമ്പിൽ ഫിഗിന്റെ മരമുണ്ടോ അമ്മേ? എന്ത് ജോസിന്റെ വീട്ടിൽ നിറയെ ഫിഗ് ഫ്രൂട്ട്സാ. എന്ത് ഫ്രൂട്ട്സ്? ഫിഗ്. ജോസിന്റെ അമ്മ അതിൽ നിന്ന് ഫിഗ് പറിച്ചാണ് ഫിഗ് കേക്ക് ഉണ്ടാക്കുന്നത്. കഴിച്ചു കഴിഞ്ഞെങ്കിൽ വേഗം കൈയഴി കിടക്കാൻ നോക്ക്. രാവിലെ എണീക്കേണ്ടതല്ലേ? നീ എന്തായി നോക്കുന്നേ? ഞാൻ ഫിഗ് ഫ്രൂട്ടിന്റെ ഫോട്ടോ നോക്കായിരുന്നു. അനന്തു നിർത്ത്. നിന്റെ ഒരു ഫിഗ് ഫ്രൂട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒന്ന്. എനിക്ക് തോന്നുന്നു ജോസ് നിന്നെ പറ്റിച്ചതാന്ന്. പുസ്തകം അടച്ചു വെച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. നീ ആ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തോ? ആ എടുത്തു. എന്താ നിന്റെ കയ്യില്? ആ ഞാൻ മറന്നു, 2 ദിവസം കഴിഞ്ഞ് നിന്റെ ബർത്ത്ഡേയാ. എന്താ നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ? ഫിഗ് കേക്ക്. എന്തിനാ? ജോസിനെ തോൽപ്പിക്കാനാ? ജോസിനെ തോപ്പിക്കണം. നിക്ക് ഓടലേ വീഴും.